ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ വരുന്നുണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പൊ എല്ലായിടത്തും സുലഭമായി കിട്ടുന്ന ഒന്ന് തന്നെയാണ് ചക്കയും ഇടിച്ചക്കയും ഒക്കെ തന്നെ അല്ലേ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇടിച്ചക്കയൊക്കെ. എന്നാൽ അത് ക്ലീൻ ചെയ്യേണ്ട ബുദ്ധിമുട്ട് കാരണം തന്നെ ആരും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെനക്കെടാറില്ല. എന്നാൽ ഞാൻ പറയുന്ന ഈ രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പേപ്പർ വിരിച്ചിട്ടുണ്ട്. നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ വിളഞ്ഞൊക്കെ ഇതുപോലെ വരുന്ന സമയത്ത് നമുക്ക് പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് ഒരു 2-3 പ്രാവശ്യം തുടച്ചെടുത്താൽ തന്നെ അത് നന്നായിട്ട് പോയി കിട്ടുന്നതാണ്. അപ്പം ഞാൻ 2 പീസസ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ തോലോട് കൂടെ തന്നെയാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ എളുപ്പത്തിൽ എങ്ങനെ ഇടിച്ചൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം എന്നും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു കറീൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ 2 പീസായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്കതിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല. ചെറിയ കുക്കറായതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു 4 പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് അടച്ച് വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം, വിളഞ്ഞൊട്ടി പിടിക്കും എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, എണ്ണയൊക്കെ നമ്മളെ കയ്യിലും കത്തിയിലൊക്കെ ആക്കി കൊടുത്തുകൊണ്ട് തന്നെ ഒരു തുള്ളി പോലും നമ്മളുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ 2 വിസിൽ വെച്ചപ്പോൾ നമ്മളുടെ ഈ ചക്കയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ നമ്മൾ കൈ കൊണ്ട് തൊട്ടാൽ പോലും ഇതിൻ്റെ തോല് വരും. ഞാൻ കത്തി വെച്ചിട്ട് ഇതുപോലെയാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇടിച്ചൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാ തൊലിയും ഞാൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ കറി ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ല. അതിന് ഫസ്റ്റ് ആയിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് തേങ്ങ വറുത്തെടുക്കാൻ കേട്ടോ. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ, വലിയ ജീരകം, ഫ്രഷ് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു റോ ടേസ്റ്റ് പോയതിന് ശേഷം ഞാൻ ഇതുപോലെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ചക്കയും ചിക്കനും ഇട്ടൊന്ന് കറി ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വേറെ സൈഡ് ഡിഷോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കിതിന് വേണ്ടി വരില്ല. അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. വല്ലാണ്ട് അങ്ങ് ബ്രൗൺ നിറമായി വറുത്തെടുക്കുകയൊന്നും വേണ്ട. ലൈറ്റായിട്ട് ഈ ഒരു പരുവത്തിലാവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പം ഞാൻ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ചിക്കൻ ഇല്ലാതെയും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോഴും നല്ല അടിപൊളി ടേസ്റ്റാണ്. ചിക്കന് പകരമായിട്ട് നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ കുക്കർ ചൂടായപ്പോൾ ഒഴിച്ചു കൊടുത്തിരുന്നു. എന്നിട്ട് 2 സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് സവാളയാണ്, അതുകൊണ്ടാണ് 2 എടുത്തത്. വലിയതാണെങ്കിൽ 1 ധാരാളം മതിയാവും. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് രമ്പയിലയാണ് കേട്ടോ. ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറുമാണ് നമ്മളുടെ കറിക്ക്, നല്ല മണവും കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾ എത്രയാണോ ഇടിച്ചക്ക ചിക്കനൊക്കെ എടുക്കുന്നത് അതിൻ്റെ അളവിന് അനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റോ ടേസ്റ്റ് പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ വഴന്ന് നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ മണം പോയതിന് ശേഷം ഞാൻ ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാലയും കൂടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒരു പച്ചമണം പോയതിന് ശേഷം 2 തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചക്കയും കുറച്ച് ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ മസാലയിലൊന്ന് മിക്സ് ആക്കിയെടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് 2 വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി പോലെയാണ് വേണ്ടതെങ്കിൽ അധികം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. കുറച്ച് കറി പോലെ വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. നല്ല ഉപ്പൊക്കെ ഉണ്ട്. ഇനി ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഫൈനലായിട്ട് ഇതിനൊരു നല്ലൊരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഇട്ടൊന്ന് താളിച്ചും കൂടെ എടുക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ. ഉള്ളിയൊക്കെ വഴന്നതിന് ശേഷം ഞാൻ കുറച്ച് കരിവേപ്പിലയും കാശ്മീരി ചില്ലി പൗഡറാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ്. ഇനി കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ.
അടിപൊളി ടേസ്റ്റി വായിൽ കപ്പലോടുന്ന ഈ ഒരു കറി നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫൈനലായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാനും കൂടി മറന്നു പോവരുതേ. ഇപ്പം എന്താണെന്ന് കണ്ടു നോക്കാം. ഇപ്പം എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അകാല നര, മുടികൊഴിച്ചിൽ, താരൻ എന്നിവ. നരയൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനാണ്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുക, മാർക്കറ്റിൽ കാണുന്ന ഇൻസ്റ്റൻറ്റ് ഡൈ അതുപോലെ തന്നെ വില കൂടിയ ഡൈ ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാറായിരിക്കും ചെയ്യുന്നത്. എന്നാൽ അതുപോലെ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലും നമ്മുടെ മുടി കുറച്ച് നരയുള്ളതാണെങ്കിൽ കൂടുതൽ നര ഉണ്ടാവും, മുടി പൊട്ടിപ്പോകാനും കൊഴിച്ചിലിനും ഒക്കെ കാരണമാകുന്നതാണ്. എന്നാൽ നാച്ചുറലായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലൈവായിട്ട് മുടി എങ്ങനെ കറുപ്പിച്ചെടുക്കാമെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ നാച്ചുറലായിട്ട് മുടി കറുപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മുടി കൊഴിയില്ല, പൊട്ടിപ്പോവില്ല. അപ്പൊ നമുക്ക് നേരം കളയാതെ എങ്ങനെയാണ് ആ ഇൻസ്റ്റന്റ് ഡൈ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അത് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ചായക്ക് ഉണ്ടാക്കുന്ന അതേ പൊടിയാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു കോഫി പൗഡർ ഇട്ട് കൊടുത്തു എന്ന് മാത്രം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഇലയാണ് കേട്ടോ. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മൈലാഞ്ചിയുടെ പൊടി ഉണ്ടെങ്കിൽ അതും എടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് 2 ചെമ്പരത്തി പൂവാണ് കേട്ടോ. ഫ്രഷ് ആയിട്ട് ഉള്ളത് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പറിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് വാടി പോയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ ഈ ഒരു സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് 1/2 ഗ്ലാസ്സായി വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് അടുപ്പ് ഓഫ് ചെയ്യാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം യാതൊരു കെമിക്കൽസും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് വളരാനും തലയോട്ടിയിൽ നിന്ന് തന്നെ മുടി നല്ല വേരോടുകൂടെ കറുപ്പായിട്ട് വരാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പം ഞാൻ ആ സൊല്യൂഷൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മൈലാഞ്ചി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷനാണ് ഉപയോഗിക്കുന്നത്. വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇരുമ്പ് ചട്ടിയിലേക്കാണ് കേട്ടോ ഞാൻ ഇതിട്ട് വയ്ക്കുന്നത്. ഒരു 2 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അയൺ കടായി ഉണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു അയൺ കടായിൽ ധാരാളമായിട്ട് ഫെറിക് ഓക്സൈഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളെ മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചിയിൽ അരച്ചെടുത്തുകൊണ്ട് തന്നെ എൻ്റെ കയ്യൊക്കെ കളറിൽ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല ബ്രൗൺ കളറായിട്ട് നമുക്ക് മുടിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓർഗാനിക് ആയിട്ടുള്ള ഹെന്ന പൗഡർ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഹെന്ന തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴേ നമുക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് അത്ര റിസൾട്ട് ഒന്നും കിട്ടില്ല. ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചിയിൽ കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്ന സമയത്ത് കുറച്ചധികം തന്നെ നമ്മൾ നിഴലിൽ വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം പൊടിച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ അയൺ കടയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. കുറച്ച് കട്ടി പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചു കൊടുത്തു, ലൂസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലയിൽ തേക്കാനുള്ള ഒരു പരുവം നമുക്കറിയാലോ, ഒലിച്ചിറങ്ങാത്ത രീതിയിൽ നമുക്ക് ഒരു മിക്സ് ഉണ്ടാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കൈ വെച്ച് മിക്സ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടില്ല, നല്ല കളറായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലുള്ള കുറച്ച് നല്ല കളർ കിട്ടുന്ന ഹെന്ന തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. 2 മണിക്കൂറിന് ശേഷം നമ്മളുടെ ഈ എണ്ണ മിക്സ് നന്നായിട്ട് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നമുക്ക് ഈ ഒരു മിക്സ് എടുത്തിട്ട് നന്നായിട്ട് തലയോട്ടിയിലും മുടിയിലും ഒക്കെ തേച്ച് കൊടുക്കാവുന്നതാണ്. നരയുള്ള സ്ഥലത്തും ഇല്ലാത്ത സ്ഥലത്തുമൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. കാരണം ഈ ഒരു ചൂട് സമയത്ത് മൈലാഞ്ചി നല്ല തണുപ്പാണ് നമ്മളെ തലയ്ക്ക്. ചൂട് കാരണം ഉണ്ടാകുന്ന നമ്മളെ തലയിൽ ഉണ്ടാകുന്ന കുരുക്കൾക്കും അതുപോലെ തന്നെ താരനും മുടികൊഴിച്ചിലിനും മുടി പൊട്ടി പോകുന്നതിനൊക്കെ നല്ലൊരു പരിഹാര മാർഗം കൂടിയാണ് കേട്ടോ ഈ ഹെന്ന. നമ്മൾ നരച്ച മുടി ഇല്ലെങ്കിൽ നമ്മൾ മാസത്തിൽ ഒരു തവണ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു വരികയാണെങ്കിൽ നമ്മളെ മുടിക്ക് നല്ല ബലം കിട്ടാനും ഇത് സഹായിക്കുന്നതാണ്. നഴ്സിംഗ് പഠിക്കുന്ന എൻ്റെ മോളുടെ തലയാണിത്. ഇവിടെ കണ്ടില്ലേ, അകാല നരയാണ് വന്നിട്ടുള്ളത്. ഒരു സൈഡിൽ മാത്രം നന്നായിട്ട് നര വന്നിട്ടുണ്ട്. ഇത് പ്രായമായത് മൂലം വരുന്ന നരയല്ല. ഇതുപോലെ മക്കൾക്കൊക്കെ വരുന്ന സമയത്ത് അവരുടെ കോൺഫിഡൻസ് ലെവൽ തന്നെ താഴ്ന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ അവർക്ക് നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. എല്ലാ സ്ഥലത്തും നരയുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മുഴുവനായിട്ട് നമുക്ക് ഈ ഹെയർ മാസ്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം അവിടെ മാത്രമാണ് നരയുള്ളത്. അപ്പോൾ അവിടെ മാത്രമായിട്ട് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് തല മുഴുവനായിട്ടും അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ കണ്ടില്ലേ,
നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്തതിന് ശേഷം കഴുകി കളഞ്ഞപ്പോൾ നമ്മളുടെ ആ വെളുത്ത മുടിയൊക്കെ നല്ല ബ്രൗൺ നിറമായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഹെന്ന ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ പറയുന്ന ഈ സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഹെന്ന ചെയ്ത് ആ ദിവസം നമ്മളുടെ മുടി നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് നീലിയാമരി പൊടിയാണ് കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയ നല്ലൊരു കിടിലൻ ഐറ്റം തന്നെയാണിത്. ഇതിലേക്ക് ഞാൻ ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ബ്രൗൺ നിറമായിട്ടുള്ള നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നല്ല ബ്ലാക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ സ്റ്റെപ്പ് മറക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നെ ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ നീലിയാമരി തേച്ച് കൊടുക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നീലിയാമരി മിക്സ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ നമ്മളുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കുറേ സമയം വെച്ചതിന് ശേഷം നമ്മളിത് അപ്ലൈ ചെയ്യരുത്. ഇപ്പോൾ കണ്ടില്ലേ ഈ ബ്രൗൺ നിറമായിട്ടുള്ള മുടിയിലേക്ക് ഞാൻ നീലിയാമരി ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ കഴുകി കളഞ്ഞാൽ മതിയാവും. നാച്ചുറലായിട്ട് നമ്മുടെ മുടി നല്ല അടിപൊളിയായിട്ട് ബ്ലാക്ക് ആയിട്ട് കിട്ടുന്നതായിട്ട് നമുക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ കണ്ടില്ല ബ്രൗൺ നിറമായിട്ടുള്ള മുടിയിൽ മാത്രമായിട്ട് ഞാൻ ഇവിടെ തേച്ച് കാണിക്കുന്നുണ്ട്. തെറ്റി വെച്ചോളൂ, നിങ്ങളുടെ മുടി 100% തന്നെ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കറുത്തിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാസത്തിൽ ഒരു തവണ മാത്രം നിങ്ങൾ ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ കണ്ടില്ല ഒരു 10-15 മിനിറ്റ് ശേഷം ഞാൻ കഴുകിയിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിവിടെ ബ്ലാക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാനും കൂടി മറന്നു പോകരുത്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.